അദ്ദേഹത്തിന് ഭാവി പ്രഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലായിരുന്നു. കരോൾ വോയ്റ്റീവ എന്ന യുവവൈദികൻ, 27 വയസ്സുള്ള യുവവൈദികൻ 1947 അദ്ദേഹത്തെ കാണാൻ ചെന്നു. അപ്പോൾ ഇദ്ദേഹം ആ യുവവൈദികനെ, വെറും 27 വയസ്സുള്ള യുവവൈദികനെ ഇദ്ദേഹം വിളിച്ചത് യുവർ ഹോളിനെസ് എന്നാണ്. അത് പാപ്പമാരെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. പരിശുദ്ധ പിതാവേ എന്ന് 27 വയസ്സുള്ള ഒരാളെ വിളിക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, സഭയുടെ ഏറ്റവും പരമോന്നത സ്ഥാനത്ത് താങ്കൾ എത്തിച്ചേരും. ആ കരോൾ വോയ്റ്റീവയാണ് ജോൺ പോൾ രണ്ടാമനായി മാറിയത്. പിന്നീട് അദ്ദേഹം കുർബാന അർപ്പിക്കുമ്പോൾ അതൊരു വലിയ അത്ഭുതത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. കുർബാന 2 മണിക്കൂറോളം നീണ്ടു നിൽക്കും. അത് കാണാനായിട്ട് ആളുകൾ തിങ്ങിക്കൂടും. ചില സമയത്ത് ഗതാഗത കുരുക്കൊക്കെ ഉണ്ടാക്കുന്ന അവസ്ഥ വന്നു. അവസാനം അദ്ദേഹത്തെ കുർബാന അർപ്പിക്കുന്നതിൽ നിന്നും വത്തിക്കാൻ വിലക്ക് കൽപ്പിക്കുന്ന ഒരു സ്ഥിതി വരെ വന്നു ചേർന്നു. പിന്നീട് മരിക്കുന്നവരെ അദ്ദേഹം കർത്താവിൻ്റെ സന്നദ്ധ ഭടനായിട്ട് ഓടി കിടന്നു. ഇതിനിടയിൽ അദ്ദേഹം ആശുപത്രി സ്ഥാപിച്ചു. അവിടെയും കരുണയുടെ ഒരു ആൾരൂപം പോലെ അദ്ദേഹം മാറി. 81-ാമത്തെ വയസ്സിൽ മരിക്കുന്നത് വരെ അദ്ദേഹം എല്ലാവർക്കും എല്ലാമായി ക്രിസ്തുവിൻ്റെ സ്വന്തമായി ജീവിച്ചു.